ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം കേൾക്കുന്ന ഒരു കാര്യം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭയങ്കരമായിട്ടുള്ള മനസ്സ് പിടിച്ചു കുലുക്കുന്ന പല ഇൻസിഡൻസും നമ്മുടെ നാട്ടിൽ ഇപ്പൊ റീസെന്റ് പോലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആൾക്കാർ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിനിമ, ഡ്രഗ്സ് ഒക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സത്യം തന്നെയാണ്. അതൊരു പരിധിവരെ നോക്കുന്ന സമയത്ത് അവരെ തീർച്ചയായിട്ടും ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം റൂട്ട് ലെവൽ വരുന്നത് അവർ വീട്ടിൽ നിന്ന് തന്നെയാണ്. മേജർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണ് ഏറ്റവും വലിയൊരു തുടക്കം. അതിനുശേഷം അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയായിരിക്കും. സ്കൂൾ, കോളേജസ്, ട്യൂഷൻ സെന്റേഴ്സ് ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. സോ ഈ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അവരെ ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. സോ ആദ്യം നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെയിനാണ്. സോ അതിന് ആദ്യം വേണ്ടത് ഇവർക്ക് പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പാത അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. സ്കൂളിലും ഇപ്പോഴും പണ്ടത്തെ പോലുള്ള സിസ്റ്റത്തിൽ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. കാരണം ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വളരെയധികം ലോകവുമായി കണക്റ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡയറക്ട്ലി ആക്സസ് ചെയ്യുന്ന ഒരുപാട് ക്ലോസ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു ജനറേഷനാണ്. ആ ജനറേഷനെ പ്രോപ്പർ ചാനലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ കൊടുക്കുന്ന പാഠങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവും കാര്യങ്ങളും കൊണ്ട് മാത്രമാവില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഡെയിലി അവരുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. സോ ഈ ഒരു ഇൻസിഡന്റ് മാക്സിമം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതാത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കേണ്ട ഉത്തരവാദിത്തമായിട്ടുള്ള തീരുമാനങ്ങളാണ്. കൂടെ ഗവൺമെന്റ് സപ്പോർട്ടും വേണം. എന്തായാലും ഡ്രഗ് ഫ്രീ എന്നുള്ള സൊസൈറ്റി ഒരിക്കലും നമുക്ക് അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്.